ജീവിതത്തിലൊക്കെ നല്ല ബർക്കത്ത് ചൊരിഞ്ഞുമാറാവട്ടെ. നല്ലത് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ ക്ലാസ് ലഭിക്കുന്ന ബാലക്സിലുള്ള എല്ലാ ശ്രോതാക്കളും ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ റേഡിയോ ശ്രോതാക്കൾക്ക്, കഴിവുള്ള ആളുകൾക്ക്, ഈ സൗകര്യമുള്ള ആളുകൾക്ക് ഒരു പേനയും ഒക്കെ എടുത്തു വെക്കുന്ന ഒരു പക്ഷേ നല്ലതായിരിക്കും. ഒരു പെന്നും ഒരു നോട്ട്ബുക്കൊക്കെ റേഡിയോ ശ്രോതാക്കളൊക്കെ ഒന്ന് എടുത്തു വെക്കുന്ന ഒരു പക്ഷേ നല്ലതായിരിക്കും. കാരണം അതേസമയത്ത് ജോലി ചെയ്യുന്ന ആളുകൾ പേനയും എടുത്തു വെക്കണം. നല്ല ഒഴിവുള്ള ആളുകൾ ആരുണ്ടെങ്കിൽ അവരത് പേനൊക്കെ എടുത്ത് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് എഴുതാനോ കുറിക്കാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകൾ ഉണ്ട്. എല്ലാവരും കൈ വയ്ക്കും. ഈ കൈതാത്തികളല്ലേ, എന്നിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുക. 277 അംഗങ്ങളാണ് ഡയറക്ട്സിലൂടെ ഇപ്പോൾ ഉള്ളത്. അതിനേക്കാളേറെ റേഡിയോ ശ്രോതാക്കളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ആ റേഡിയോ ശ്രോതാക്കൾക്കൊക്കെ പ്രത്യേകമായ ബർക്കത്ത് ചൊരിഞ്ഞെടുക്കുമാറാവട്ടെ. നമ്മുടെ ഡയലക്സ് റൂമിലിരുന്ന് നമ്മുടെ ക്ലാസ്സുകൾ മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ക്ലാസ്സുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരുപാട് പ്രവർത്തകർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഖിബത്ത് നന്നാക്കി കൊടുക്കുമാറാവട്ടെ. നല്ലവരായി നമുക്കും നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നായിക്കൊണ്ട് നല്ലവരായി നമുക്കൊക്കെ മരിക്കാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബ്, അഹ്സാബിന്റെ കുറഞ്ഞ പ്രത്യേകത നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആദ്യമായി ഉദ്ദേശിക്കുന്നത്. അതുവരെയുള്ള 32 സൂറത്തുകൾ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ എടുത്തു കഴിഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇനി 33-ാമത്തെ സൂറത്തായ സൂറത്തുൽ അഹ്സാബിനെ കുറിച്ച് അല്പം അതിനെക്കുറിച്ച് പറയാം. പിന്നെ അങ്ങനെ സൂറത്തുൽ അഹ്സാബ്, സബ്, ഫാത്തിർ, യാസീൻ എന്നിവരെയുള്ള സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പനേരം ശ്രവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മദീനയിലുണ്ടായ യഹൂദന്മാർ യഹൂദ ഗോത്രക്കാരായ ആളുകളുടെ പിന്തുണയോടുകൂടി ഖുറൈശുകളും മറ്റു ചില അറേബ്യൻ ഗോത്രങ്ങളും സംഘടിതമായിക്കൊണ്ട് മദീനയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വന്ന ഒരു സംഭവത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ ഈ സൂറത്തിലൂടെ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഹ്സാബ്, സംഘടിതം എന്ന അർത്ഥത്തിൽ വരുന്ന, സംഘടിത കക്ഷികൾ എന്നർത്ഥം വരുന്ന അഹ്സാബ് എന്ന പേര് ഈ സൂറത്തിന് വന്നിട്ടുള്ളത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. ഹിജ്റയ്ക്ക് ശേഷമാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. 73 ആയത്തുകളാണ് ഈ സൂറത്തുൽ അഹ്സാബിലുള്ളത്. ഒരുപാട് പുണ്യങ്ങളുണ്ട് ഇത് പാരായണം ചെയ്താലെന്ന് ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. അപ്പൊ സൂറത്തുൽ അഹ്സാബിന്റെ 1-2 പ്രത്യേകത നമുക്ക് ശ്രദ്ധിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ അഹ്സാബി വഅല്ലമഹാ അഹ്ലഹു ഔ മാ മലക്കത്ത് യമീനുഹു വഅതിയൽ അമാന മിൻ അദാബിൽ ഖബ്ർ. അഹ്സാബ് സൂറത്ത് ഓതുകയും വീട്ടുകാർക്കും അതുപോലെ അടിമകൾക്കും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് ഖബർ ശിക്ഷയെ തൊട്ട് നിർഭയത്വം നൽകപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം. അപ്പൊ സൂറത്തുൽ അഹ്സാബ് ഓതുക മാത്രമല്ല, അത് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ, എത്ര ആളുകളുണ്ട് അവർക്കൊക്കെ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ഓതാമെന്ന് നിർദ്ദേശിക്കുകയും ഓദിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ ഖബറിൽ നമുക്ക് നല്ല നിർഭയത്വം ഉണ്ടാകും, പേടിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവുകയില്ല. അഹ്സാബ് സ്ഥിരമായി ഓടുന്ന ഒരു മനുഷ്യൻ ഖബറിൽ ചോദ്യങ്ങളെക്കുറിച്ചോ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു പേടിക്കേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല നിർഭയത്വം തരുന്നതാണ് എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ബൈലാവി 5-ാം വാള്യം 22-ാമത്തെ പേജിൽ വ്യക്തമായി കാണാം. അതേപോലെ തന്നെ അഹ്സാബ് സൂറത്ത് ഓതുന്ന ആളുകൾ അല്ലാഹുവിന് നല്ല നന്ദിയുള്ള ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. റബ്ബിനോട് നല്ല നന്ദിയുള്ള ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏറ്റവും നല്ല ഒരു സൂറത്താണ് സൂറത്തുൽ അഹ്സാബ് എന്നുള്ളത്. അത് കഴിയുന്ന പരമാവധി നമ്മൾ ഓതാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അതിന്റെ പ്രത്യേകതയിൽ കാണാം, കരാർ ലംഘനം നടത്തിയവർ കരാർ പാലിക്കാൻ വേണ്ടി
അഹ്സാബിലെ 7-8 ആയത്തുകൾ ഓതുകയാണെങ്കിൽ, അതേപോലെ തന്നെ അത് പിന്നാണം എഴുതി കുടിക്കുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും വളരെ നല്ലതാണ്. ആരെങ്കിലും കരാർ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ വീണ്ടും കരാർ ലംഘനം പാലിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ കരാറിലേക്ക് വീണ്ടും അവർ മടങ്ങി വരികയും നമ്മളിലേക്ക് എത്തുകയും കരാർ നമ്മളോട് പാലിക്കുകയും ഒക്കെ ചെയ്യണം ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ സൂറത്തുൽ അഹ്സാബ് ഓതുക, അതേപോലെ തന്നെ അത് എഴുതി പിഞ്ഞാണമാക്കി കുടിക്കുകയൊക്കെ നമ്മൾ ചെയ്താൽ അതുകൊണ്ട് അവരുടെ മനസ്സ് നന്നാവുകയും നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തിഴകാൻ ഏറ്റവും നല്ലതുമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയിലുള്ള നല്ല ഒരു സൂറത്താണ് സൂറത്തുൽ അഹ്സാബ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സുകളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി സൂറത്തുൽ അഹ്സാബ് കഴിഞ്ഞാൽ 34ാമത്തെ ഒരു സൂറത്താണ് സബഅ സൂറത്ത്. ഇതിൽ 15ാമത്തെ ആയത്തിലും സബഅ ഗോത്രക്കാരെ കുറിച്ചുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്ത് സബഅ എന്ന് പേരിടാൻ കാരണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. ഇതിലെ 6ാമത്തെ ആയത്ത്, സൂറത്ത് സബഇലെ 6ാമത്തെ ആയത്ത് ഒഴിച്ചുള്ള ബാക്കിയുള്ളതെല്ലാം ഹിജ്റയ്ക്ക് മുമ്പ് തന്നെ അവതരിപ്പിച്ചതാണ്. അപ്പൊ അതിന് മക്കി എന്ന് പറയാം. ഹിജ്റയ്ക്ക് മുമ്പുള്ളതിന് പറയുന്ന പോലാണ് മക്കി, ഹിജ്റയ്ക്ക് ശേഷമാണെങ്കിൽ മദനി എന്ന് പറയും. അല്ലാതെ മക്കയിൽ നിന്നുള്ളത് മക്കിയും മദീനയിൽ വെച്ചുള്ള മദനി അങ്ങനെയല്ല. മക്കി എന്ന് പറഞ്ഞാൽ ഹിജ്റയ്ക്ക് മുമ്പുള്ളതാണ്, മദനി എന്ന് പറഞ്ഞാൽ ഹിജ്റയ്ക്ക് ശേഷമുള്ളതാണ്. അപ്പൊ അതിന് 6ാമത്തെ ആയത്ത് ഒഴിച്ച് മറ്റുള്ളതെല്ലാം പിന്നെ ഹിജ്റയ്ക്ക് മുമ്പാവുമ്പോ അത് മക്കിയാണ്. അപ്പൊ 6ാമത്തെ ആയത്ത് മാത്രമേ മദനിയായിട്ട് വന്നിട്ടുള്ളൂ. ഇത് 54 അല്ലെങ്കിൽ 55 ആയത്തുകളാണ് ഇതിലുള്ളത്. രണ്ടഭിപ്രായമുണ്ട്. ചില മഹാന്മാർ പറഞ്ഞു അത് 54, ചില ആളുകൾ അല്ല 55 പറഞ്ഞു. ഏതായാലും 55 ആയത്തുകളാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. നബിതങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്ത് സബഅ ലം യുബ്ഖ റസൂലുൻ വലാ നബിയ്യുൻ ഇല്ലാ കാന ലഹു യൗമുൽ ഖിയാമത്തി റഫീഖൻ വ മുസാഫിഹ. ഖിയാമത്ത് നാളിൽ ഈ സൂറത്ത് സബഅ പാരായണം ചെയ്യുന്ന ആളുകളെ ഖിയാമത്ത് നാളിൽ അംബിയാ മുർസലുകൾ ഒന്നൊഴിയാതെ വന്നുകൊണ്ട് മുസാഹഫത്ത് ചെയ്യും. അവർ അവന്റെ കൂട്ടുകാരാകുകയും ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാ നബിമാരും നമ്മുടെ കയ്യൊന്ന് പിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കെല്ലാ പ്രവാചകന്മാരുടെ കയ്യും പിടിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ സബഅ സൂറത്ത് ഓതാൻ വേണ്ടി ക്ഷണിച്ചാൽ മതി. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ സബഅ സൂറത്ത് ഇങ്ങനെ ഓതുക. 55 ആയത്തുകൾ കൂടുതലൊന്നുമില്ലല്ലോ. അപ്പൊ ആ സബഅ സൂറത്ത് സബഅ 34ാമത്തെ ആ സൂറത്ത് നമ്മൾ ഇങ്ങനെ നിത്യമായി ഓതുകയാണെങ്കിൽ ആദ്യം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ 1.25 ലക്ഷത്തോളം അല്ലെങ്കിൽ 2.25 ലക്ഷത്തോളം പ്രവാചകന്മാർ, രണ്ടഭിപ്രായമുണ്ട്. അപ്പൊ ഇത്രയും പ്രവാചകന്മാരെല്ലാവരും നമ്മുടെ അടുക്കൽ വരും, അല്ലെങ്കിൽ നമുക്ക് അവരുടെ അടുക്കിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടും. എന്നിട്ട് അവരൊക്കെ കൈ പിടിച്ച് മുസാഫത്ത് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും. അല്ലാഹു തആല ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ സൂറത്ത് സബഅ ഓതാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സബഅ സൂറത്ത് നമ്മൾ ഉറുക്ക എഴുതാനുള്ള പരിപാടി ഉണ്ടല്ലോ, അതിന് ഉറുക്കിലൊക്കെ എഴുതി സൂക്ഷിക്കുന്നത് ആ വീട്ടിലൊക്കെ സൂക്ഷിച്ചു വെക്കണം. വല്ലാത്ത പ്രാണിയുടെ ശല്യമൊക്കെ നമുക്കുണ്ടെങ്കിൽ, ചില വീട്ടിൽ സുബ്ഹാനല്ലാഹ് പ്രാണികളുടെ വല്ലാത്ത ശല്യമായിരിക്കും. അതിന് ഈ പ്രാണികളെ കൊണ്ടൊക്കെ ശല്യമുള്ള വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റിയൊരു വിഷയം, സബഅ സൂറത്ത് നല്ല പോലെ ഒരു ഉറുക്കിലോ അല്ലെങ്കിൽ അതുപോലത്തെ തവിടിലൊക്കെ എഴുതിയിട്ട് വീട്ടിൽ തൂക്കിയിട്ടാൽ മതി. എന്നാൽ പ്രാണികൾക്കുള്ള ശല്യം ഒരു പരിധി വരെ നമുക്കതിന് രക്ഷപ്പെടാൻ കഴിയും. നല്ലൊരു സൂറത്ത്, നല്ലൊരു വിദ്യയാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്തു വെക്കാം. അങ്ങനെ വല്ലാതെ പ്രാണിന്റെ പ്രശ്നങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വിഷയങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മിന്നൽ ഏറ്റിട്ട് അപകടം പറ്റിയ ആളുകൾക്ക് സബഅ സൂറത്ത് ഓതിയിട്ട് വെള്ളം ഇങ്ങനെ മുഖത്ത് തെളിച്ചാൽ പെട്ടെന്ന് അവർക്ക് ബോധം വരുന്നതാണ്. മിന്നലേറ്റ് ബോധമൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. വല്ലാതെ അപകടത്തിൽ ചിലപ്പോൾ മരിച്ചങ്ങനെ കിടക്കും, കുറേ സമയം അനങ്ങാൻ വയ്യാതെ ഷോക്ക് ഏറ്റതുപോലെ കിടക്കുന്ന ആളുകളുണ്ടാകും. അവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അല്പം ഈ സബഅ സൂറത്ത് ഓതിയിട്ട് വെള്ളം കൊടുത്താൽ പെട്ടെന്ന് അവർക്ക് ബോധം തിരിച്ചു കിട്ടുന്നു. ചെയ്യാവുന്നതാണ്. എന്റെ കുടുംബത്തിൽ ഒരു സഹോദരി, എന്റെ ബാപ്പയുടെ ജ്യേഷ്ഠന്റെ മകൾ, അതുപോലെ തന്നെ ഒരു മിന്നലേറ്റ് മരിച്ചു പോയിട്ടുണ്ട്. 4-5 വർഷങ്ങൾക്ക് മുമ്പാണ്.
ആ കൂട്ടത്തിൽ എന്റെ വാപ്പയുടെ അനിയന്റെ ഒരു 2-3 മക്കൾക്ക് ഇവർക്ക് മിന്നലേറ്റിരുന്നു. അതിൽ 1-2 മക്കൾക്ക് നന്നായിട്ട് കറുത്ത മാതിരിയായിരുന്നു. പിന്നീട് ലെവലായി വന്നു. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതേ സമയത്ത് മറ്റേ സഹോദരി മരിച്ചുപോവുകയും ചെയ്തു. 2-3 ചെറിയ പിഞ്ചുകുട്ടികൾ ആ സഹോദരി മരിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളൊക്കെ മിന്നിൽ നിന്നൊക്കെ നമ്മളെയും നമ്മുടെ മക്കളെയും ബന്ധപ്പെട്ട ആളുകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. നമുക്കൊക്കെ ദുആ ചെയ്യാം. അപ്പൊ ഇങ്ങനൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ്. എല്ലാവർക്കും ദുആ ചെയ്യുക. മിന്നൽ പെട്ടെന്ന് നമ്മൾ ഇടി വരുമ്പോൾ നമുക്ക് പേടിക്കാം. ഇടിയല്ല, ശരിക്കും മിന്നലാണ് വരും. പിന്നെ നമ്മൾ അറിയില്ല. അപ്പൊ വന്ന ശേഷം നമ്മൾ അറിയുള്ളൂ. ഒരു വെളിച്ചം വരുന്നത് കാണാം, പിന്നെ നമുക്കൊന്നും അറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ശബ്ദം വരിക. ശബ്ദത്തിലല്ല നമ്മൾ പേടിക്കേണ്ടത്. നമ്മൾ പേടിക്കാൻ മിന്നിനെയാണ്. എപ്പോഴും ദുആ ചെയ്യുക. മിന്നി നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിരുമാറാവട്ടെ. അപ്പൊ മിന്നലേറ്റ് ആകണം പറ്റിയ ആൾക്ക് സബസൂറത്ത് ഓതിയിട്ട് വെള്ളം ഇങ്ങനെ മുഖത്ത് തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്ന് കിതാബിൽ കാണാം. ഖവാസുൽ ഖുർആൻ എന്ന കിതാബിന്റെ 84-ാമത്തെ പേജിൽ നോക്കിയാൽ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. പിന്നെ ഇനി അടുത്ത സൂറത്ത് 35-ാമത്തെ സൂറത്താണ് സൂറത്ത് ഫാത്തിർ. ഫാത്തിർ സൂറത്ത്. ഫാത്തിർ എന്നാൽ തന്നെ സൃഷ്ടാവ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹ്. ഫാത്തിർ എന്നാൽ സൃഷ്ടാവ് എന്നാണ് ഈ സൂറത്തിന്റെ അർത്ഥം. പിന്നെ സൃഷ്ടികർത്താവിനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ ആ സൂറത്തിലുണ്ട്. അതുകൊണ്ടാണ് ഫാത്തിർ എന്നതിന് പേരിട്ടത് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണാം. ഇതിലെ ഈ അധ്യായം, ഈ സൂറത്തുൽ ഫാത്തിർ എന്ന ഈ അധ്യായം ഹിജ്റക്ക് മുമ്പാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അഥവാ സൂറത്ത് മക്കിയാണ്. 45-ഓ 46-ഓ ആയത്തുകളാണ് അതിലുള്ളത് എന്ന് കാണാം. മലക്കളെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നതിനാൽ സൂറത്തുൽ മലായിക്കത്ത് എന്ന ഒരു പേരും കൂടി ഇതിനുണ്ട് എന്നാണ്. ചില സ്ഥലത്ത് സൂറത്തുൽ മലായിക്കത്ത് എന്ന് കാണാം. അപ്പൊ സൂറത്തുൽ മലായിക്കത്ത് കണ്ടാൽ എന്തോ എന്നാണ് വിചാരിക്കേണ്ട. ഈ സൂറത്ത് ഫാത്തിറിനെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെയും പേര് കാണാം. അപ്പൊ അതിങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള സൂറത്തുൽ ഫാത്തിറാണ് സൂറത്തുൽ മലായിക്കത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പേരും കൂടെ ഈ സൂറത്തിനുണ്ട്. മൻ ഖറഅ സൂറത്തുൽ മലായിക്കത്തി ദഅതുഹു 8 അബ്വാബിൽ ജന്ന അനിദ്ഖുൽ മിൻ അയ്യി ബാബിൻ ശിഅത. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മലായിക്കത്ത് സൂറത്ത് അഥവാ സൂറത്തുൽ ഫാത്തിർ, ഈ മലായിക്കത്ത് സൂറത്ത് പാരായണം ചെയ്യുന്നവരെ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ മാടി വിളിച്ച് നമുക്ക് ഉദ്ദേശിക്കുന്ന കവാടം ഏതാണോ അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിർദ്ദേശിക്കുന്നതാണ്. അപ്പൊ ഫാത്തിർ സൂറത്ത്, മലായിക്കത്ത് സൂറത്ത്, അതായത് ഫാത്തിർ സൂറത്ത് നമ്മളൊന്ന് ഓതുകയാണെങ്കിൽ സ്വർഗത്തിന്റെ 8 വാതിൽ നമ്മളിങ്ങനെ മാടി വിളിക്കും. ഇതിലെ വരൂ എന്ന് വളരെ ബഹുമാനത്തോടു കൂടി നമ്മളിങ്ങനെ മാടി വിളിക്കുന്ന. നമുക്ക് ഏത് വാതിലൂടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിലൂടെ നമുക്ക് പോകാം, സ്വർഗത്തിലേക്ക് കടക്കാം. അപ്പൊ സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ ഏറ്റവും നല്ല സൂറത്താണ്, നമ്മൾ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിർ. കുറഞ്ഞ ആയത്തെ അതിലുള്ളൂ, 46 ആയത്തെ അതിലുള്ളൂ. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിർ കൈന്റെ പരമാവധി നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മൃഗങ്ങൾക്കൊക്കെ ഇത് എഴുതി കിട്ടുകയാണെങ്കിൽ മൃഗങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നല്ലതാണ്. കള്ളനൊന്നും കൊണ്ടുപോകില്ല. ഫാത്തിർ സൂറത്ത് എഴുതി ഉറക്കാക്കിയിട്ട് മൃഗത്തിനെ കഴുത്തിൽ കെട്ടിക്കൊടുത്താൽ പിന്നെ കള്ളനും കൊണ്ടുപോകില്ല. അതൊക്കെ ശ്രദ്ധിക്കുക, നമുക്ക് നല്ലതാണ്. മൃഗങ്ങളെ പോറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ്. ഇതിന് പിന്നെ 29-30 അത് കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കണം, ബിസിനസ്സുകാരൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ കൂട്ടത്തിൽ ബിസിനസ്സുകാരൊക്കെ കേൾക്കുന്നുണ്ടാവും. ആ ബിസിനസ്സുകാർക്ക് നല്ലൊരു സൂറത്ത് ആ സൂറത്തുൽ ഫാത്തിർ. അതിലെ 29-30 ഈ 2 ആയത്തുകൾ നല്ല ശുദ്ധിയുള്ള ഒരു പരുത്തി കഷ്ണം എടുക്കുക. ഒരു പരുത്തിയുടെ തുണി എടുക്കുക, ഒരു പരുത്തി തുണി നല്ല വൃത്തിയുള്ള. എന്നിട്ട് ആ വൃത്തിയുള്ള പരുത്തി തുണിയിൽ ഈ സൂറത്തുൽ ഫാത്തിർ അങ്ങോട്ട് എഴുതുക. ഒറ്റക്ഷരമായിട്ട് എഴുതിയാൽ മതി. 29-30 ഈ 2 ആയത്തുകളും ഒറ്റക്ഷരമായിട്ട് ഈ പരുത്തി തുണി, നല്ല വൃത്തിയുള്ള പരുത്തി തുണി എഴുതുക. എന്നിട്ട് കച്ചവട സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും വെക്കുക. ഏതെങ്കിലും മൂലക്കൊരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. എന്നാൽ നല്ല ബർക്കത്ത് ആ കടയിലുണ്ടാകും, നല്ല അഭിവൃദ്ധി ഉണ്ടാകും, നല്ല ഐശ്വര്യവും ഉണ്ടാകും. ഖവാസുൽ ഖുർആന്റെ 85-ാമത്തെ പേജിൽ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പൊ കച്ചവടക്കാരൊക്കെ വേണ്ടവർക്ക് ശ്രമിച്ചോളൂ. ഇനി കച്ചവടത്തിൽ വർക്കത്തില്ലാന്നോ അല്ലെങ്കിൽ കച്ചവടത്തിന് ഐശ്വര്യം കൊടുക്കുന്നില്ലാന്നോ ലാഭം കുറയാണെന്നോ എന്നൊന്നും ആരും പറയേണ്ടത് ചെയ്താൽ മതി. നല്ല പരുത്തി തുണി എടുത്തിട്ട് അത് എഴുതാൻ അറിയുന്ന ആളുകളുണ്ടാവും, അവരെഴുതി തരും, നല്ല സുഖമായിട്ട് എഴുതി തരും. അപ്പൊ എഴുതിയിട്ട് പരുത്തി തുണിയിൽ എഴുതിയിട്ട് അത് കുപ്പിയിലൊക്കെ ചെറിയൊരു ബോട്ടിൽ, അപ്പൊ അതിനാക്കിയിട്ട് ആ ബോട്ടിൽ കെട്ടി തൂക്കുകയോ അല്ലെങ്കിൽ കടയിൽ ഏതെങ്കിലും മൂലയിൽ വെക്കുകയോ ഒക്കെ നല്ല ശുദ്ധമുള്ള നല്ല സ്ഥലത്ത് വെച്ചാൽ മതി. അതിന്റെ ബർക്കത്ത് കൊണ്ട്
ആ കടകളിൽ നല്ല ഭാഗ്യം, നല്ല ബർക്കത്തുണ്ടാകും, നല്ല രൂപം, നമുക്ക് നല്ലൊരു റാഹത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കച്ചവടത്തിലൊക്കെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കച്ചവടത്തിലൊക്കെ നല്ല ബർക്കത്ത് ചെയ്തു തരുമാറാവട്ടെ. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഹൃദയം എന്ന സൂറത്താണ്. ഖുർആനിന്റെ ഹൃദയം എന്ന് പറഞ്ഞ സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീൻ നല്ലപോലെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. സൂറത്ത് യാസീൻ നിത്യമായി നമ്മളൊക്കെ ഓടുന്ന സൂറത്താണല്ലോ യാസീൻ. ഇത് ഖുർആന്റെ ഒരു പേരാണ്. ചില മനുഷ്യന്മാർ പറഞ്ഞത് ഖുർആന്റെ പേരാണ്. യാസീൻ എന്നുള്ളത് അത് ഖുർആനെ കുറിച്ച് പറയുന്ന പേരാണ്. ഇനി മനുഷ്യരുടെ നേതാവ് എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് ചില ആളുകൾ പറഞ്ഞു. എന്ന് പറഞ്ഞു അത് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുന്ന പേരാണ്. പല അഭിപ്രായങ്ങളുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെയും ഒരുപാട് അതിന്റെ അർത്ഥം നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. യാസീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്കറിയില്ല, അല്ലാഹു തആല എന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയില്ല എന്ന് രേഖപ്പെടുത്തിയ ആളുകളെയും കാണാം. അത് ഖുർആനിൽ ഒരുപാട് വിഷയങ്ങൾ, അലിഫ് ലാം മീം ത്വാഹ താസീൻ മീം ഐൻ സീൻ ഖാഫ് ഖാഫ് നൂൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അല്ലാഹു അലം ഇതിന്റെ ഉദ്ദേശം നമുക്കറിയില്ല. അങ്ങനെയാണ് ഏറ്റവും നല്ലത്. നമുക്കറിയുന്നതും അറിയാത്തൊക്കെ ഉണ്ട്. അപ്പൊ അറിയാത്തത് നമുക്ക് കൂടുതൽ വിശദീകരിക്കാതെ ഒറ്റ വാക്കിൽ നമുക്കതിന്റെ ഉദ്ദേശം അറിയില്ല എന്ന് പറയുന്ന നല്ലതെന്നാണ്. ഏതോ ആവട്ടെ, സൂറത്ത് യാസീൻ. ഈ സൂറത്ത് യാസീനില് 47-ാമത്തെ ആയത്ത് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഹിജ്റയ്ക്ക് മുമ്പ് ഇറങ്ങിയതാണ്. ആകെ 52 ആയത്തുകൾ അതിലുള്ളത്. 52 ആയത്തുകളാണ് യാസീനുള്ളത്. അതിൽ 47-ാമത്തെ മാത്രമേ ഹിജ്റയ്ക്ക് ശേഷമുള്ളത്. മക്കളൊക്കെ ഹിജ്റയ്ക്ക് മുമ്പുള്ളതാണ്. ഒരുപാട് മഹത്വമുള്ളൊരു സൂറത്താണ് സൂറത്ത് യാസീൻ. അത് ഓതുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പുണ്യം ഒരുപാട് ഹദീസുകൾ പ്രത്യേകിച്ചെടുക്കണം. ഒന്നും രണ്ടൊന്നല്ല. സൂറത്ത് യാസീനെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ തന്നെ എന്തൊരു വിഷയത്തിൽ പെട്ടെന്ന് പോകുന്ന യാസീനാണ്. ഒരുപാട് പുണ്യങ്ങളുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. മൻ ഖറഅ ഫീ യൗമിൻ മൻ ഖറഅ യാസീൻ ഫീ യൗമിൻ ഔ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഗഫറ ലഹു. സുല്ലാതങ്ങൾ പറഞ്ഞിട്ട് കാണാം, അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ച് ആരെങ്കിലും രാത്രിയിൽ യാസീൻ സൂറത്ത് ഓതുകയാണെങ്കിൽ ആ രാത്രി അള്ളാഹു അവരെ പുറത്തു കൊടുക്കുന്നതാണ്. ആ രാത്രി തന്നെ അള്ളാഹു തആല അവന് ഗഫറ ലഹു അവനെ പുറത്തു കൊടുക്കുന്നതാണ്. അതിന്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു തആല മാപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും യാസീൻ സൂറത്ത് ഓതാൻ വേണ്ടി ശ്രമിക്കുക. യാസീൻ സൂറത്ത് ഓതിയുള്ള ഗുണമാണിത്. എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ഓതുക. ഈ യാസീൻ സൂറത്ത് രാത്രി നമ്മൾ ഓതി നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കും. ഒരുപാട് പാപങ്ങൾ നിത്യേന ചെയ്തു കൂട്ടുന്ന ആളുകളെ നമ്മൾ തീരെ പാപം ചെയ്യുകയില്ല, ഒരു ഹറാമിയത്തിലേക്ക് പോവുകയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന മനുഷ്യന്മാർക്ക് തന്നെ പലപ്പോഴും അറിയാതെ പാപത്തിലേക്ക് വന്നു പോകുന്നു. അപ്പൊ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നടന്നാൽ നമുക്ക് ശരിക്കും കണ്ണ് ചുമ്മി നടക്കേണ്ടി വരും. കണ്ണ് ചുമ്മി ഒന്ന് നടക്കാൻ പറ്റും, ഓരോ തട്ടി പോകില്ലേ. അപ്പൊ കണ്ണ് തുറന്നെടുക്കേണ്ടി വരും. കണ്ണ് തുറന്നെടുക്കുമ്പോൾ ഒരുപാട് ഹറാമുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എത്ര കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ കണ്ണിന്റെ പുളകൾ താഴ്ചിട്ട് നമ്മൾ നിലത്ത് മാത്രം നോക്കി നടന്നാലും എന്തെങ്കിലും നമ്മൾ കണ്ടുപോകണം. അത്രയും ഈ കാലഘട്ടം മോശമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നിത്യം ഒരു യാസീൻ ഓതിയാൽ നമ്മൾ ഈ രൂപത്തിൽ വന്ന ഈ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരും. അപ്പൊ എല്ലാ ദിവസവും ഒരു യാസീൻ ഓതുക. എല്ലാവരും ഓതുക ഒരു യാസീൻ, എല്ലാ ദിവസവും ഒരു യാസീൻ ഓതുക. എന്നാൽ നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു പോകുന്നതാണ്. ഒക്കെ നമുക്ക് നല്ലതാണ്, ജീവിതത്തിൽ പകർത്തുന്നത് ഏറ്റവും നല്ലതാണ്. നിബിധങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ. എന്താ റസൂൽ പറഞ്ഞത്? നിശ്ചയമായും ഓരോ വസ്തുവിനും ഒരു ഹൃദയമുണ്ട്. ഓരോ വസ്തുവിനും ഒരു ഹൃദയമുണ്ട്. വഖൽബുൽ ഖുർആനി യാസീൻ, ഖുർആനിന്റെ ഖൽബാണ് അത് യാസീനാകുന്നു. എല്ലാ വസ്തുവിനും എന്തുണ്ട്? ഖൽബുണ്ട്. ഖുർആന്റെ ഖൽബ് അത് യാസീനാകുന്നു. വമൻ ഖറഅ യാസീൻ, ആരെങ്കിലും യാസീൻ സൂറത്ത് ഓതിയാൽ കതബല്ലാഹു ലഹു ബിഖിറാഅതിഹാ, ഈ യാസീൻ ഓതിയ ഒരു കാരണം കൊണ്ട്, അത് കാരണമായി ഇത് കതബല്ലാഹു ലഹു ബിഖിറാഅതിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മറാത്ത്, 10 പ്രാവശ്യം ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് രേഖപ്പെടുത്തി വെക്കുന്നതാണ്. അപ്പോൾ ഒരു യാസീൻ നമ്മൾ ഓതിയാൽ 10 പ്രാവശ്യം
ഖുർആൻ ഓതിയതിന്റെ കൂലി അല്ലാഹു തആല നമുക്ക് രേഖപ്പെടുത്തി വെക്കും. നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ, നമ്മൾ പാരത്രിക ലോകത്ത് ചെല്ലുന്ന സമയത്ത്, നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ കിതാബ് കിട്ടുമ്പോൾ പടച്ചോനെ ഇതെങ്ങനെ ഇതിലധികമൊന്നും ഞാൻ ഇത്രയും ചെയ്തിട്ടില്ലല്ലോ. അതേ, നീ ചെയ്തിട്ടില്ല, പക്ഷേ നിനക്ക് ഞാൻ ഔദാര്യമായി തന്നതാണ്. അതെങ്ങനെ? നീ ഒരു യാസീൻ ഓതി, അപ്പൊ ഖുർആൻ ഫുൾ ഓതി കൂലി എനിക്ക് ചെയ്യാൻ തോന്നുന്നു. ഒരു യാസീൻ ഓതിയപ്പോ അതിന് പകരമായിട്ട് നമ്മൾ തന്നത് എന്താണ്? ഖുർആൻ മുഴുവനും ഓതിയ കൂലി നിനക്ക് തരുന്നു. അല്ലാഹു പറയാ, എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെയുണ്ട്. നമ്മളൊന്നും അറിയാതെ നമ്മളിങ്ങനെ കൂലി സമ്പാദിക്കും. ചില ആളുകൾ തെറ്റുകളും ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നു. രണ്ടു കൂട്ടരുണ്ട്. നാളെ അവിടെ ചെല്ലുന്ന ഖുർആൻ കിതാബിനുള്ള കൈ തരുമ്പോ, ഇതെങ്ങനെ? ഞാൻ യാസീൻ ഓതിയില്ലല്ലോ അന്നത്തെ ദിവസമൊന്നും, ഞാൻ യാസീൻ ഓതിയില്ലല്ലോ, പിന്നെ എനിക്കിങ്ങനെ യാസീൻ്റെ ഇങ്ങനെ എന്റെ അക്കൗണ്ട് ഇങ്ങനെ വർദ്ധിച്ചു കാണുന്നല്ലോ പഠിച്ചോനെ, ഞാൻ യാസീൻ ഓതിയില്ലായിരുന്നല്ലോ. അല്ലാതെ ഓർഡർ നീ ഓതിയില്ല, പക്ഷെ ആരോതി? നീ പറഞ്ഞത് കേട്ടിട്ട് ഇന്ന ആളുകൾ ഓതി. ഞാൻ പറഞ്ഞു, നീ കേട്ടവർ യാസീൻ നിത്യമായി ഓതി. അപ്പൊ നിത്യമായി ഓതിയപ്പോ അവർക്ക് കൂലി കിട്ടി. അവർക്ക് കിട്ടുന്ന അതേ കൂലി ഒട്ടും കുറയാതെ എന്റെ അക്കൗണ്ടിൽ വന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ സേവ് ചെയ്യാണ്, കൂലി വന്ന് ഇങ്ങനെ വരികയാണ്. ആ പറഞ്ഞ ആള്, ഞാൻ പറഞ്ഞു കൊടുത്ത ആള് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ അയാൾ ഓതി. അപ്പൊ അയാൾ ഓതിയതിന്റെ കൂലി നേരത്തെ പറഞ്ഞു കൊടുത്ത അയാൾക്ക് കിട്ടി. അപ്പൊ അവർ രണ്ടാളും കിട്ടിയതിന്റെ കൂലി എനിക്ക് കിട്ടി. എന്റെ കൂലി ഇത്ര. ഇങ്ങനെ കൂലി കൂടിയാൽ അതാണ് ഈ കാണുന്ന കൂലി. ഓപ്പോസിറ്റ് നോക്കൂ. ഞാനൊരു മോശകാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, മോശകാര്യം പറഞ്ഞു കൊടുത്തു. അപ്പൊ മോശകാര്യം പറഞ്ഞു കൊടുത്തു. ആ മൂന്ന് തലാഖില്ലാതെ തലാഖ് സംഭവിക്കൂല എന്ന് പറഞ്ഞു. കാരണം ആ തലാഖ് സംഭവിച്ചില്ല എന്ന് വിചാരിച്ച് ഇവർ വീണ്ടും ബന്ധപ്പെട്ടതായി കുട്ടി ജനിച്ചു. വ്യഭിചാരത്തിന്റെ കുട്ടിയായി. ആ കുട്ടി ജനിച്ചാൽ കുട്ടി ഇയാൾ അക്കൗണ്ടിലേക്കാണ്. ആ കുട്ടിക്ക് വേറെ കുട്ടി ജനിച്ചു. വ്യഭിചാരത്തിൻ്റെ ആ കുട്ടി വേറെ കുട്ടി ജനിച്ചു. കുറ്റം രണ്ടും ഇയാൾ അക്കൗണ്ടിലേക്കാണ്. അങ്ങനെയും വരും. നല്ലത് പറഞ്ഞാൽ നല്ലതിങ്ങനെ കൂടും. ചീത്ത ചെയ്ത് കാണിച്ചു കൊടുത്താലോ ചീത്ത ഇങ്ങനെ കൂടും. ലോകത്തേതൊരു കൊലപാതകം നടന്നാലും അതിന്റെ ഒക്കെ ഒരു പങ്ക് ആർക്കുണ്ട്? കാബീലുണ്ട് എന്ന് കാണാം. അപ്പൊ അതുമാണ് എപ്പോഴും നല്ലത്, മറ്റുള്ളവനെ നല്ലത് പറഞ്ഞു കൊടുക്കുക. എന്നാൽ നമ്മൾ അക്കൗണ്ട് നമ്മളറിയാതെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, നല്ലതിലൂടെയാകും. എന്നാൽ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്ന ചീത്തയാണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും, കൂടും. പക്ഷെ നല്ലതല്ല കൂടും, ചീത്തയാ കൂടുക. നന്മയുടെ ബുക്കിലേക്ക് ഒന്നും ഉണ്ടാവില്ല, തിന്മയുടെ ബുക്ക് അങ്ങനെ കുന്നുകൂടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാം. നമ്മളൊക്കെ റബ്ബ് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യണം. നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. എപ്പോഴും ഒരു സെക്കൻഡ് സമയം കിട്ടിയാൽ ആ സെക്കൻഡ് സമയം നല്ലതെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. അല്ലേ, ഇനി ഉണ്ടണ്ട, ഒന്നും ഉണ്ടാതിരുന്നൊരു കുഴപ്പമില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു യാസീൻ ഓതിയാൽ പരിശുദ്ധ ഖുർആൻ 10 പ്രാവശ്യം ഓതിയ കൂലി, ഒന്നല്ല 10 പ്രാവശ്യം ഖുർആൻ ഓതിയ കൂലി വിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നിക്ക് 10 ഖുർആൻ ഓതിയ കൂലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വർദ്ധിക്കുന്നതാണ്. ഇനി ഇത് കേൾക്കുന്ന, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എത്ര ആളുകളുണ്ടോ 310 ഐഡിയോട് കൂടി തന്നെ റേഡിയോ ശ്രോതാക്കൾ അതിനേക്കാൾ ഇരട്ടിയുണ്ടാവും. അവരൊക്കെ നിർദ്ദേശിക്കാറുണ്ട്, നിങ്ങളൊക്കെ യാസീൻ എഴുതുക. നമുക്ക് എപ്പോഴും ജോലി സമയത്തൊക്കെ ഓതാൻ പറ്റുന്ന യാസീനെങ്കിലും ഓതുക. ഒരു ദിവസം ഒരു യാസീനെങ്കിലും ഓതുക. എന്നാൽ 10 പ്രാവശ്യം ഖുർആൻ ഓതുക, കൂലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. വലിയ അദ്ദേഹം നമ്മൾ ജോലിയിടയിലൊക്കെ ഓതാം. നമ്മുടെ ജോലിയിടയിലൊക്കെ നമ്മൾ ഓതുക. അങ്ങനെ ഓതാൻ എല്ലാം തീരുമാനിക്കുക. ഞാൻ തീരുമാനിച്ചു, നിങ്ങൾ തീരുമാനിച്ചോ? ഞാൻ തീരുമാനിച്ചു, 1 മുതൽ ഓതുന്നു. ഇതുവരെ ഓതുന്ന പോട്ടെ, 1 മുതൽ ഞാൻ തീരുമാനിച്ചു ഓതുന്നു. നിങ്ങൾ തീരുമാനിച്ചോ? തീരുമാനിച്ചവരൊക്കെ ഒന്ന് യെസ് അടിക്കും. അല്ലാത്തവർ യെസ് അടിക്കാൻ കഴിയാത്ത മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കും. ഞാൻ തീരുമാനിച്ചു. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചൊരിഞ്ഞുമാറാവട്ടെ. തീരുമാനിച്ചു എന്ന് പറഞ്ഞ മനസ്സ് ഉറച്ച കാരണം കൊണ്ട് തന്നെ റബ്ബ് നമ്മൾ എവിടെ എത്തിച്ചു പോയി നമ്മൾ മനസ്സിലാക്കണം. അപ്പം കിട്ടി നമുക്ക് കൂലി. നമ്മുടെ തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചു. നമ്മളത് ദിവസം 2 ദിവസം വിട്ടുപോയാലും ശരി, കൂലി നമുക്ക് കിട്ടും. നമ്മൾ ഇവിടെ ഉറച്ചു കഴിഞ്ഞു, ഞാൻ ഓതും എന്ന് മനസ്സിലോടുകൂടി നമുക്കൊന്ന് കൂലി കിട്ടി. അതാണ് യാസീന്റെ പ്രത്യേകത. അപ്പൊ ഇന്നു മുതൽ നമ്മൾ യാസീൻ ഓതാൻ തീരുമാനിച്ചു കഴിഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി വേറെ നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞ വിഷയമാണ്. വെള്ളിയാഴ്ച രാവ് വല്ലവരും യാസീൻ അത് പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരായി അവൻ
അവൻ നേരെ വെളുക്കുന്ന പാവങ്ങളൊക്കെ പൊറുക്കപ്പെട്ടതായി നേരെ വെളുക്കുന്നതാണ്. നേരെ വെളുക്കുമ്പോഴൊക്കെ ഒറ്റ പാവം അവനുണ്ടാകൂല. അവന്റെ ജീവിതത്തിൽ ഒറ്റ പാവം അവശേഷിക്കൂല. എപ്പോ വെള്ളിയാഴ്ച രാവിലെ യാസീൻ കൂടിയാൽ അവൻ നിത്യമായി ഓടാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ അതിന് വെള്ളിയാഴ്ച രാവിലെ പെടും, കൂടെ നമുക്ക് കിട്ടും. അപ്പൊ സുബ്ഹാനല്ലാഹ് നമുക്കത് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വഅയ്യുമാ മുസ്ലിം ഖുരിയ ഇൻദഹു ഇദാ നസല ബിഹി മലക്കുൽ മൗത്ത് സൂറത്തു യാസീൻ നസല ബികുല്ലി ഹർഫിൻ മിൻഹാ അശറതു അംലാകു യഖൂമൂന ബൈന യദൈഹി സുഫൂഫൻ യുസല്ലൂന അലൈഹി വയസ്തഗ്ഫിറൂന ലഹു വയശ്ഹദൂന ഗസ്ലഹു വയശയ്യഊന ജനാസതഹു വയസല്ലൂന അലൈഹി വയശ്ഹദൂന ദഫ്നഹു. വയലാവിൽ കാണാം എന്താ ഉള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മരണം ആസന്നമായ മുസ്ലിമിന്റെ സമീപത്ത് സൂറത്ത് യാസീൻ ആരെങ്കിലും ഓതിയാൽ ആ ഓതുന്ന പക്ഷം അതിലെ ഓരോ ഹർഫിനും 10 എന്ന തോതിൽ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് അവന്റെ മുന്നിൽ അണിയണിയായി ഇങ്ങനെ നിൽക്കും. അവന് വേണ്ടി ഇങ്ങനെ പാപമോചനത്തിന് ഇങ്ങനെ ദുആ ചെയ്യും. പടച്ചവനെ, ഈ ആൾക്ക്, ഈ മനുഷ്യന്, മരിക്കാൻ പോകുന്ന ഈ മനുഷ്യന് റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തും ഈ മലക്കുകൾ ഇങ്ങനെ വരും. ജനാസ അനുഗമിക്കുന്ന സ്ഥലത്തും മലക്കുകൾ വരും. എന്നിട്ട് അവന്റെ മേൽ നിസ്കരിക്കുന്ന സമയത്തും ഉണ്ടാവും, നിസ്കരിക്കുകയും ചെയ്യും. തുടർന്ന് മറവ്, ഈ മയ്യത്തിനെ മറവ് ചെയ്യുന്ന സ്ഥലത്തും ഈ മലക്കുകൾ ഹാജറായി ഇങ്ങനെ ദുആ ചെയ്യുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചു എത്ര കൂലിയ. ഈ മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് നമുക്കിങ്ങനെ ദുആ ചെയ്യുക. ഒരു ഹർഫിന് 10 മലക്ക് കൊണ്ടിട്ട്. ആ പരിശുദ്ധ യാസീൽ എത്ര ഹർഫുണ്ട്. ആ ഹർഫിനനുസരിച്ച് ഇങ്ങനെ മലക്കുകൾ കൂടുകയാണ്. നമ്മുടെ ആ മയ്യത്തിന്റെ, ആ മരിച്ചു കിടക്കുന്ന ആടെല്ലാ സ്ഥലത്തും ഇവരിങ്ങനെ ഹാജറാവുകയാണ്, ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മരിച്ച വീട്ടിൽ മാതൃഭൂമിയാണ് വായിക്കേണ്ടെന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ട്. അല്ലാഹു തആല അവരിൽ നിന്നൊക്കെ അവളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും ദുആ ചെയ്യണം. നമ്മുടെ മക്കള് അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല. വിജയത്തിന്റെ കക്ഷികളിൽ ഒരിക്കലും പെട്ടുപോകരുത്. കഴിവിന്റെ പരമാവധി നമ്മൾ ദുആ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെ നമ്മുടെ മക്കളെയൊക്കെ സുന്ന ജമാഅത്തിൽ അടിയുറച്ച് കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ തന്നെ നിന്ന് അങ്ങനെ ആ രൂപത്തിൽ മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അങ്ങനെ തന്നെ ദുആ ചെയ്യണം. എന്താ കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ അങ്ങനെ തന്നെ വേണ്ടത്. ഇന്ന് സുന്ന ജമാഅത്ത് എവിടെയുള്ളൂ? കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ തന്നെയുള്ളൂ. യാതൊരു സംശയമില്ല. ഒരാൾക്കും ഒന്നും എല്ലാം എന്ന് പറയാൻ പറ്റില്ല. സുന്നജമാഅത്ത് വേറെ എവിടെയൊന്നുമില്ല, കണ്ടെത്താൻ കഴിയില്ല. അവിടെ തന്നെ ഉള്ളൂ. സുന്നജമാഅത്ത് പറഞ്ഞാൽ എല്ലാം ഒരുമിക്കണം. 1, 2 കാര്യം മാത്രം പോരാ. ചില ആളുകൾക്ക് പുറത്ത് പറഞ്ഞ് ഇതിനിടയ്ക്ക് പറയില്ല. ഞാൻ പറയാണ്, ഇപ്പോഴത്തെ ഒരു സമ്മേളന പരിപാടിക്ക് പോയിട്ട് ഒരാൾ പറയാം, അദ്ദേഹം നിന്നെ വിളിച്ചുകൊണ്ട് പറയാ, ഉസ്താദേ, കണ്ണൂരുള്ള ആളാണ്, അദ്ദേഹം വിളിച്ചു പറയാ, ഉസ്താദേ ഞാൻ ആ പരിപാടിക്ക് പോയി, സുബ്ഹാനല്ലാഹ് ഒരുപാട് പണ്ഡിതന്മാർ നിറഞ്ഞിരുന്ന സദസ്സാണ്. ചെന്ന് നോക്കുന്നവരും തലയെ കുട്ടിയത് എണ്ണിയെടുക്കേണ്ട ആളുകളെ ഉള്ളൂ. കാണാൻ രസമൊക്കെ കൂടുതൽ ആളുകളൊന്ന് തൊപ്പി വെച്ചിട്ട് നടക്കുന്നു. തൊപ്പി വെച്ച കുഴപ്പമൊന്നല്ല പറഞ്ഞത്. പണ്ഡിതന്മാരുടെ സ്ഥാനം അത് തലയെക്കെട്ട് തന്നെ. കെട്ടയച്ചു തുടങ്ങി, കുറച്ചും അതും പോകും. അദ്ദേഹം സങ്കടപ്പെട്ട് പറഞ്ഞ വിഷയമാണ്. കുറച്ചും അതും കൂടി പോകുമല്ലോ എന്നുള്ള ബേജാറാണ് ഉസ്താദെ. ഞാൻ പറഞ്ഞു ബേജാറാവേണ്ട, നേതാക്കന്മാരൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, നേതാക്കന്മാരൊക്കെ തലയെക്കെട്ടെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ന ജമാഅത്തിന് അടിയുറച്ച് ജീവിച്ചുകൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. അപ്പൊ ഈ രൂപത്തിൽ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. വയ്യുവാ മുസ്ലിമിൻ ഖറഅ യാസീൻ വഹുവ ഫീ സകറാത്തിൽ മൗതി ലം യഖ്ബൽ മലക്കുൽ മൗത്ത് റൂഹഹു ഹത്താ യജീഅഹു റിദ്വാൻ ബിശർബത്തിൻ മിനൽ ജന്നതി ഫയശ്റബുഹാ വഹുവ അലാ ഫിറാശിഹി ഫയഖ്ബൽ റൂഹഹു വഹുവ റയ്യാൻ ويمكث في قبره وهو ريان ولا يحتاج إلى حول من حيال الأنبياء حتى يدخل الجنة وهو ريان. വലിയൊരു ഹദീസാണ്. എന്താ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ഹദീസ് തന്നെയാണിതും. സക്കറാത്തുൽ മൗത്തിന്റെ വേളയിൽ
യാസീൻ പാരായണം ചെയ്ത് മുസ്ലിമിന്റെ റൂഹ് മലക്കുൽ മൗത്ത് പിടിക്കുക. മലക്കുൽ മൗത്താണ് ആ റൂഹ് പിടിക്കുക. റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് നല്ല പാനീയം ഇങ്ങോട്ട് കൊണ്ടുവരും. ആ പാനീയം നമ്മൾക്ക് ഇങ്ങനെ കുടിപ്പിക്കും. ആ പാനീയം കൊണ്ട് വന്ന ശേഷമാണ് മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുക. വിരിപ്പിൽ കിടന്നുകൊണ്ട് അതവനിങ്ങനെ കുടിക്കും. തുടർന്ന് റൂഹ് പിടിക്കുമ്പോൾ ആ റൂഹ് ദാഹം തീർന്നതായിക്കൊണ്ട് മരിക്കും. ഖബറിൽ താമസിക്കുന്ന സമയത്ത് ഖബറിൽ താമസിക്കുന്നതും ദാഹം തീർന്ന രൂപത്തിൽ തന്നെ അമ്പിയാക്കൾ ഒരാളുടെയും ഹൗദിലേക്ക് അവന് ആവശ്യം വരുന്നതല്ല. ദാഹം തീർന്നവനായി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. പിന്നെ ഒരു ദാഹവും അവനുണ്ടാവില്ല. ഒറ്റ ഹൗദിന്റെ അനേകവും പോകില്ല. ഇത്രയും നല്ല സ്വർഗത്തിൽ നല്ല പാനീയം കുടിച്ചു ദാഹം തീർത്തുകൊണ്ടാണ് അവൻ മരിക്കുന്നത്. കാരണം എന്താ? അവന്റെ അടുത്ത് വെച്ച് മറ്റേ യാസീനോദി എന്നൊരൊറ്റ കാരണമാണ്. യാസീനോദിയ കാരണമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. യാസീനോദിയാനുള്ള ഗുണം ബൈലാവി 5-ാം വാല്യം 63-ാം പേജിൽ ഈ വിഷയം പറയുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ നോക്കിയാൽ കാണാം. ഇമാം ദാരിമി റളിയല്ലാഹു തആല പഠിച്ച ഹദീസ് കാണാം. അൻ അത്വാ ഇബ്നു അബീ റഹ്മാൻ ഖാല ബലഗ്നി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖറഅ യാസീൻ ഫീ സ്വദരിൻ നഹാരി ഖുദിയത് ഹവായിജുഹു. ആരെങ്കിലും യാസീൻ സൂറത്ത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ വിഷയം എന്താണ്? പകലിന്റെ തുടക്കത്തിൽ യാസീൻ സൂറത്ത് ഓതിയാൽ അവിടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടപ്പെടുന്നതാണ്. പകൽ സമയത്ത് യാസീൻ ഓതിയാൽ അവന്റെ എല്ലാ മുറാദുകളും അല്ലാഹു തആല വീട്ടിത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുമാറാവട്ടെ. ദുആ ചെയ്യുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ മറ്റൊരു ഹദീസ്, മൻ ഖറഅ യാസീൻ ഹീന യുസ്ബിഹു ഉതിയ യുസ്ര യൗമിഹി ഹത്താ യുംസി വമൻ ഖറഅ ഫി സുബ്രി ലൈലിഹി ഉതിയ യുസ്ര ലൈലത്തിഹി ഹത്താ യുസ്ബിഹ. പ്രഭാതത്തിൽ യാസീൻ ആരെങ്കിലും ഓതിയാൽ ആ പകലിൽ വൈകുന്നേരം വരെ അവന് എളുപ്പം ഇങ്ങനെ അല്ലാഹു തആല കൊടുക്കും. എല്ലാ വിഷയത്തിനും എളുപ്പം. രാത്രിയുടെ തുടക്കത്തിൽ യാസീൻ ആരെങ്കിലും ഓതിയാലോ ആ രാത്രി പ്രഭാതമാകുന്നത് വരെ അല്ലാഹു തആല അവനിങ്ങനെ എളുപ്പം ചെയ്തുകൊണ്ടിരിക്കും. എന്ത് വിഷയം അതിലൊക്കെ നല്ല യുസ്ർ, നല്ല എളുപ്പം, ഒരു പ്രശ്നം പ്രയാസം ഉണ്ടാക്കില്ല. നല്ല എളുപ്പം അവന്റെ ജീവിതത്തിൽ കിട്ടും. മഖ്ബറയിൽ യാസീൻ പാരായണം ചെയ്യുന്നത് ഖബറാളികൾക്ക് ഗുണം ചെയ്യുമെന്ന് കിതാബിൽ കാണാം. ശറഹ് സുദൂറിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശശുദ്ധിയോടെ യാസീൻ അതുപോലെ തന്നെ ദുഖാൻ സൂറത്തും ആരെങ്കിലും ഓതിയാൽ അവരുടെ പാപങ്ങളൊക്കെ അല്ലാതെ പൊറപ്പിക്കുമെന്ന് ഖവാസുൽ ഖുർആനിൽ കാണാം. ഏത് ആഗ്രഹത്തിന്റെ മുമ്പിലും യാസീൻ ഓതുന്ന ആൾക്ക് ആ ആഗ്രഹങ്ങളെ സഫലീകരിച്ച് അല്ലാതെ കൊടുക്കുന്നതാണ് എന്ന് ഇത്ഖാൻ എന്ന കിതാബിലും കാണാം. ഹൃദയകാഠിന്യക്ക് യാസീൻ നല്ല ഹൃദയകാഠിന്യമുള്ള ആളാണ്. വല്ലാതെ ഹൃദയം കടുത്തൊരു മനുഷ്യനാണ്. നല്ല ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ മനസ്സമ്മതിക്കുന്നില്ല. ഈ രൂപത്തിൽ ഹൃദയകാഠിന്യമുള്ള ഒരാള് ആ യാസീൻ സൂറത്ത് അത് കുങ്കുമം ഉപയോഗിച്ചുകൊണ്ട് എഴുതുക. എന്നിട്ട് പിഞ്ഞാണം എഴുതി അതുകൊണ്ട് കുടിച്ചാൽ അവന്റെ ഹൃദയത്തിൽ നല്ല ലാളിത്യം കിട്ടും. മനസ്സ് മൂർച്ഛിച്ച മനസ്സൊക്കെ നല്ല എളുപ്പമുള്ള മനസ്സാകും. കാഠിന്യതൊക്കെ ഒന്ന് കുറയും. മനസ്സല്ല സന്തോഷം കിട്ടും. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് കിട്ടും. അത് ചെയ്യേണ്ടത് കുങ്കുമത്തില് നിങ്ങൾ ഈ പിഞ്ഞാണം എഴുതി കുടിച്ചാൽ മതി. കുങ്കുമത്തിന് വശുപയോഗിച്ചിട്ട് നിങ്ങൾ പിഞ്ഞാണം എഴുതി അങ്ങനെ കുടിച്ചാൽ മതി. എന്നാൽ അവർക്ക് ഈ കൂലി കിട്ടും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് വീട് വളഞ്ഞ ശത്രുക്കളുടെ വിഷയം നമുക്കറിയാം. വീടിങ്ങനെ വളഞ്ഞു നിന്ന് റസൂൽ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തെന്താണ്? അവരെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ വേണ്ടി യാസീനിന്റെ തുടക്കം മുതൽ 9 വരെയുള്ള ആയത്തുകൾ ഇതങ്ങോട്ട് ഓതി മണ്ണ് വാരി അതിന് മന്ദിച്ച് വേറം കൊടുത്തു. ഈ മണ്ണ് മുഴുവൻ ശത്രുക്കളുടെയും കണ്ണിലങ്ങോട്ട് ചെന്നൂല. അവരെല്ലാവരുടെയും കണ്ണിലങ്ങോട്ട് ചെന്നു. അവരെ കണ്ണു തിരുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ അതിനിടയിലൂടെ ഓടി അങ്ങ് കഴിച്ചിലായിപ്പോയി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് എന്താണ് ശത്രുശല്യത്തിനു വേണ്ടി. അങ്ങനെ ശത്രുക്കളുടെ ശല്യമുണ്ടെങ്കിൽ യാസീനിന്റെ 9-ാമത്തെ ആയത്ത് നല്ല ചെമ്പ് തകിടിൽ എഴുതി അത് നമ്മുടെ ശരീരത്തിൽ കിട്ടിയാൽ ഉറക്കായി കിട്ടിയാൽ അവന് ശത്രുക്കളുടെ ശല്യമുണ്ടാവുകയില്ല. അതേപോലെ ശത്രുക്കളുടെ ശല്യമുണ്ടെങ്കിൽ നിത്യമായി ഓടിയാലും അവന് ശത്രുക്കളുടെ ശല്യമുണ്ടാവുകയില്ല. യാസീൻ സൂറത്തിലെ അതുപോലെ 78 മുതൽ 81 വരെയുള്ള ആയത്ത് നല്ല ഒലീവെണ്ണ എടുത്തിട്ട് 40 പ്രാവശ്യം അതിലേക്ക് ഊതി മന്ദിക്കുക. എന്നിട്ട് അത് വേദനകളുള്ള സ്ഥലത്ത് നമ്മൾ പുരട്ടിക്കൊടുത്താൽ ആ വേദനയ്ക്ക് നല്ല ശമനം ലഭിക്കുന്നൊരു മരുന്നാണ്.
ശ്രദ്ധിക്കാം. വലിയവണ്ണം എടുത്തിട്ട് 78 മുതൽ 81 വരെയുള്ള ആയത്ത് അതിന് 40 പ്രാവശ്യം ഊതി മന്ത്രിക്കുക. ആ എണ്ണ നമ്മൾ വേദനയുടെ ഭാഗത്ത് ഇങ്ങനെ തേച്ചു കൊടുത്താൽ മതി. അപ്പൊ എന്നാൽ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നമുക്കുണ്ട്. അപ്പൊ സുബ്ഹാനഹു വ തആല നമുക്കതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. മരണാസന്നാരാളും മരണത്തിന്റെ അവസ്ഥ കെടുക്കുകയാണ്. മരിക്കും നമുക്കറിയാം. ആളുടെ അടുത്ത് വെച്ച് നമ്മൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം. എന്നാൽ ഒരുപാട് നേട്ടങ്ങൾ ഹദീസിൽ കാണാം. ഒരുപാട് നേട്ടങ്ങൾ അവനുണ്ട്. ലഖീനു മൗതാക്കും സൂറത്ത് യാസീൻ. അതെ, സൂറത്ത് യാസീൻ നമ്മൾ മരണമാസന്നമായവന്റെ അടുക്കൽ നിങ്ങൾ ഓതുക. യാസീൻ സൂറത്ത് ഇങ്ങനെ ഓതണം. നല്ലതാണ്. ഒരുപാട് കൂലി അതുകൊണ്ടുണ്ട്. അങ്ങനെ ഓതിക്കൊടുക്കൽ നല്ലതാണ്. ഏറ്റവും നല്ലതാണ്. മന്നാസിന്റെ സമയത്ത് യാസീൻ സൂറത്ത് പാരായണം ചെയ്താൽ അവൻ ലഭിക്കുന്ന നേട്ടങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ അവനുണ്ട്. അടുത്ത ബന്ധുക്കളോ മറ്റോ മരണാസന്ന നിലയിൽ കിടക്കുമ്പോൾ അവിടെ ഹാജരാകുന്നവർ യാസീൻ സൂറത്ത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തുഹഫയിൽ കാണാം. അവൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അതാണ്. നിങ്ങളുടെ മാതാക്കളുടെ മേൽ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കൾ അല്ലെങ്കിൽ കുടുംബക്കാർ ആരായിരുന്നാലും മരിക്കാൻ കിടക്കുന്ന ആടെ എടുക്കൽ നിങ്ങൾ യാസീൻ ഓതുക. അങ്ങനെ നിങ്ങൾ യാസീൻ ഓതിയാൽ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അങ്ങനെ ഗുണങ്ങൾ കിട്ടുന്ന യാസീൻ നിങ്ങൾ ഓതൽ അത് നിങ്ങൾ നിർബന്ധമാക്കലാണ്. സുന്നത്തുകൂടിയാണ്. അത് ഓതൽ സുന്നത്താണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ യാസീൻ സൂറത്ത് ഓതണം. തുഹഫയിലെടുത്ത് വെച്ചിട്ടുണ്ട്. മാനവர்கள் അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ മരണാസന ആളെടുത്തു പോയിട്ട് നമ്മളിങ്ങനെ കുറെ നേരം ബടായി പറഞ്ഞിരിക്കുന്നല്ല വേണ്ടത്. അസനന്റെ ഖുർആൻ എടുക്കുക. യാസീൻ കാണാതെ അറിയുന്നതിന് കാണാതെ ഓതുക, കണ്ടിട്ടറിയുന്നതിന് കണ്ടിട്ടോതുക. ഇനി കാണാതെ അറിയുന്നതിനും കണ്ടിട്ടോതുന്നതിനാണ് കൂടുതൽ കൂലി കിട്ടുക. അതിന് കണ്ടിട്ടോതാനൊന്ന് ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങോട്ട് തന്നെ അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ യാസീൻ സൂറത്തിലെ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഈ യാസീൻ അറിയാത്ത ആളുകൾ കൃത്യമായി നമ്മൾ യാസീൻ പഠിച്ചെടുക്കണം. യാസീൻ എല്ലാ വീട്ടിലും യാസീൻ പഠിക്കണം. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ 5ാം ക്ലാസ് പഠിച്ചിറങ്ങുമ്പോഴേക്ക് കുട്ടി യാസീൻ പഠിച്ചിരിക്കണം. അതാണ് നിയമം. യാസീൻ പഠിച്ചിരിക്കണം. അതിനെങ്ങനെയാ പഠിക്കുക? മദ്രസയിൽ ആകെ 1 മണിക്കൂർ സമയം. ഈ 1 മണിക്കൂർ സമയത്ത് നമ്മൾ യാസീൻ പഠിപ്പിക്കാൻ സമയം കിട്ടുമോ? ഇല്ല. പിന്നെന്ത് ചെയ്യണം? അത് വീട്ടുകാരെ പഠിപ്പിക്കണം. യാസീൻ പഠിച്ചു വരണം എന്ന് പറയാനേ ഉസ്താദന്മാർക്ക് നടക്കുള്ളൂ. അങ്ങനത്തെ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ എങ്ങനെ വീട്ടുകാരെ പഠിപ്പിക്കണം? വീട്ടിൽ ഉമ്മയും ഉപ്പയും ചേർന്ന് കുട്ടിയെ പഠിപ്പിക്കണം. എന്റെ ഉമ്മയാണ് എന്നെ യാസീൻ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാ പഠിപ്പിച്ചത്? മദ്രസ സ്കൂൾ വിട്ടു കഴിഞ്ഞ് കളിക്കാൻ കുറച്ച് ടൈം തരും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ സമയം തരും. സ്കൂൾ വിട്ടിട്ട് മകളിലാൻ കൊടുക്കുന്നതിന് 10 മിനിറ്റ് പോയി വീട്ടിൽ കയറിക്കോളണം. അങ്ങനെ കടമയാണ്. വീട്ടുകാരെങ്ങനെ പഠിപ്പിച്ചു? അങ്ങനെ ആ സമയത്ത് കളിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്ന് അവിടെ ഇരുന്ന ശേഷം പറയും, കുളിച്ചൊക്കെ വൃത്തിയായതിനു ശേഷം മാരിയൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പറയും, ആ മോനെ യാസീൻ പഠിച്ചു. മഗ്‌രിബ് ഇശായുടെ വേറൊരു പരിപാടിയില്ല, യാസീൻ പഠിത്തം മാത്രം. പഠിക്കുന്നവരെ അത്. ഇന്ന് ഏത് രക്ഷിതാക്കളുണ്ട് ആ രൂപത്തിൽ മക്കളെ പഠിപ്പിക്കുന്നത്? ആരെങ്കിലും തയ്യാറുണ്ടോ? ഇന്നതിന് ഇല്ല. ഇന്ന് ആ സമയത്ത് പറഞ്ഞു, മദ്രസൊക്കെ നിർത്താറങ്ങൾ മാറ്റി വെക്കും. മദ്രസത്തെ പഠിക്കുന്നു. ആ സ്കൂൾ തരത്ത് വായിച്ചു. ഇനി SSLC അല്ലെ മറ്റേ SSLC അല്ലേ, ഓരോ പേരും പറയും. ഈ സമയത്ത് മൗലൂഷായുടെ ഖുർആൻ ഓതു, ഖുർആൻ പഠിക്കും, യാസീൻ പഠിപ്പിക്കുക കുട്ടികളെ. ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം. എന്നിട്ട് എന്നെ ഉമ്മ ചെയ്യുന്ന പരിപാടി അത് ഉമ്മ ചെയ്യണം എന്നല്ലോ. എന്റെ ഉമ്മ എന്നോട് ചെയ്ത പരിപാടി വരണം. എങ്ങനെ? മൗലൂഷായുടെ ഇടയിൽ ഒരു മുടിയും കറക്റ്റ് സ്ഥലം പറഞ്ഞു, ഇവിടെ മുതൽ ഇവിടെ വരെ പഠിക്കണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ എത്തിയിട്ടില്ല. ഞാനന്ന് 4ാം ക്ലാസ്സിലെ കടന്നിട്ടേ ഉള്ളൂ എന്റെ ഓർമ്മ, അല്ലെങ്കിൽ 3-ലായിരിക്കും. ഈ സമയത്ത് അർഫുകളെ കൂട്ടി വായിച്ച് റെഡിയാക്കുന്നൊരു പ്രായമാണ്. ഈ സമയത്ത് ഉമ്മ പറഞ്ഞതാ, ഇവിടെ മുതൽ ഇവിടം വരെ പഠിച്ചോ. അതിനെ കണ്ടിട്ട് കുറെ അമ്മ ചൊല്ലിത്തരും. ഇന്നലെ നമ്മൾ കേട്ട് ചൊല്ലും, ഇന്നലെ കാണാതെ കൂടെ പഠിക്കും. എന്നൊരു നേരം വെളുത്ത് രാവിലെ ഉമ്മക്കൊരു പത്തിരി ഇടും. അന്നൊക്കെ പത്തിരി ചുടല. എങ്ങനെ പത്തിരി ഇടുക? വലിയൊരു പലമ പൊടിയിട്ടിട്ട് എന്നിട്ട് വലിയൊരു ഓടക്കോൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരത്തുക. അങ്ങനെ പത്തിരി ഇടുക. ഇന്നത്തെ നമ്മൾ മെഷീനല്ല, എല്ലാവർക്കും അറിയാലത്. ആ പത്തിരി ചെയ്യുന്ന സമയത്ത് ഉമ്മന്റെ മുമ്പിൽ ഇരുന്നോളാം, എന്നിട്ട് ഓതിക്കൊടുത്തോളം രാത്രി പഠിച്ച് പാവൽ ഓതി കൊടുക്കുക ഉമ്മന്റെ മുമ്പിൽ.
നമ്മൾ തിരിയില ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കും, പക്ഷേ നമ്മുടെ ഓരോ ഹർഫിലും ഒന്ന് നോക്കുക. ഓതി തെറ്റിയാൽ ഓടക്കോല് നേരെ പൊങ്ങും, ഒന്ന് താവും. ആ താവുന്ന നമ്മുടെ കാലിലെ തുടങ്ങലായിരിക്കും. നമുക്ക് നല്ലോണം അറിയാം, തൊട നല്ല ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ ഒന്നി താവുന്നത് ഈ 10 പോലെ ആയിക്കില്ല, നമുക്ക് ഉറപ്പാ. പേടിച്ചുകൊണ്ട് പഠിക്കും. പേടിയായിരുന്നു. എന്തുകൊണ്ട് പഠിക്കണമെന്ന് പേടി. പഠിച്ചു കുറഞ്ഞ ദിവസം. ആകെ മനക്കെട്ടത് 1-2 ആഴ്ചകൾ മാത്രം. യാസി പൂർണ്ണമായി പഠിച്ചു. ആ പഠിച്ചതിന് ഞാൻ വിചാരിച്ച കഴിച്ചിലായി പോരാ, പിന്നെന്താ പരിപാടി? ഇന്നത്തെ വീണ്ടും ചെറിയ എടുക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിർത്തുമല്ല, പറ്റൂല. രാത്രി വേറെന്താ പഠിക്കുക, ഖുർആൻ വേറെങ്കിലും ഏതാ. പക്ഷേ പകൽ ഉമ്മടുത്ത് ഇങ്ങനെ എഴുതി കൊടുക്കണം. ഉമ്മ ഇങ്ങനെ 10 രൂപ നമ്മളിങ്ങനെ എഴുതി കൊടുത്തോളാം. തെറ്റ് തിരുത്തി റെഡിയായി തന്നത് എന്റെ ഉമ്മയാണ്. എന്റെ ആദ്യത്തെ ഉസ്താദ് എന്റെ ഉമ്മയാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എത്ര ഉമ്മമാരുണ്ട് ഞാൻ ചോദിക്കട്ടെ? ചെറുപ്രായത്തിൽ യാസം പഠിച്ച കുട്ടികൾ നമ്മുടെ വീട്ടുകലത്തിലുണ്ട്. പ്രയാസമാണ്. ഇന്നത്തെ കുട്ടികളെ കിട്ടൂല, നമുക്കൊന്നും കിട്ടുന്നില്ല. ഉമ്മനോട് ഞാൻ 10 ദിവസം പറഞ്ഞിരുന്നു, എന്റെ മോൻ ഇപ്പൊ 3ാം ക്ലാസ് കഴിഞ്ഞ് 4ാം ക്ലാസ്സിലാണ്. ഉമ്മ എനിക്ക് യാസി പഠിച്ച സമയമാട്ടോ അത്. ഓന്റെ ഉമ്മക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നോക്കണം കേട്ടോ എന്ന് ഉമ്മനോട് ഞാൻ പറഞ്ഞിരുന്നു. ഉമ്മക്ക് ഭയങ്കര സ്നേഹം. അതാ കുഴപ്പം. അങ്ങനെയുള്ള മക്കളോടിലൊക്കെ കൂടുതൽ സ്നേഹമുണ്ടാവും, മക്കളോടുണ്ടാവും. ഏതായിരുന്നാലും അവന് പഠിക്കാൻ അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊക്കെ ദുആ ചെയ്യുക, നല്ല ബുദ്ധി അവന് കിട്ടട്ടെ. ഒരു പ്രാർത്ഥന മാത്രമാണ് മനസ്സിലുള്ളത്, അവന് ഹാഫിലാക്കണമെന്ന ഉദ്ദേശം എന്റെ മനസ്സിൽ വല്ലാതെ ഉണ്ട്. അതിപ്പോഴത്തെ ഗതിയിലാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ബുദ്ധി അവനുണ്ട്. ഒറ്റ പ്രാവശ്യം കേട്ടവൻ പഠിക്കുന്നുണ്ട്. 10 കഴിഞ്ഞ 2009 എന്റെ ഉപ്പയുടെ ആണ്ടിന്റെ ദിവസം കഴിഞ്ഞ 5-ാം തീയതി 5-ാം തീയതി 6-ാം തീയതിയാണ് ഉപ്പയുടെ ആണ്ട്. ആ ആണ്ടിന്റെ ദിവസം രാവിലെ തന്നെ എന്റെ അനിയൻ അവനെയും കൊണ്ട് നേരെ ഉസ്താദിന്റെ മുമ്പ്, ഏത് ഉസ്താദിന്റെ കമറുള്ളമിന്റെ മുമ്പ്. കമറുള്ളമ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു എങ്ങോടെ പോകുന്നു? ഒരു സ്ഥലത്ത് വേണ്ട പറഞ്ഞു. പെട്ടെന്ന് വണ്ടി എടുക്കാൻ വിട്ടു. ഇവനെയും കൂട്ടി, പെങ്ങളെ മോനെയും കൂട്ടി. അവിടെ ചെന്നപ്പോൾ ഉസ്താദ് തലയിൽ കൈവച്ച് ആദ്യം പറഞ്ഞു, ഇവൻ നല്ലൊരു ഹാഫിലാവട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കൂ. അത് കേട്ട വല്ലാതെ സങ്കടം. തലയിൽ കൈവച്ചൊന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്തു. ആരും പറഞ്ഞൊന്നുമല്ല, ഉസ്താദ് എന്നെ ദുആ ചെയ്തു. അപ്പൊ അത് നിങ്ങളും ദുആ ചെയ്യുക. ആ ഉസ്താദ് പറഞ്ഞ വാക്ക് അത് പൊന്നായി മാറട്ടെ. അപ്പോ ആ ഒരു പൂതി പണ്ടേ ഞങ്ങൾക്കുള്ളതാണ്. പഴയ കാലത്തുള്ള മോഹമാണ് ആദ്യമായി ജനിക്കുന്ന കുട്ടിയെ ഹാഫിലാക്കണമെന്ന്. റബ്ബ് അതിനനുസരിച്ചൊക്കെ ഇതുവരെയൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്, ഇനിയും സഹായിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക എന്ന് സാന്ദ്രമായി പറയുന്നു. ഞാൻ പറഞ്ഞ വിഷയം യാസീൻ നമ്മളൊക്കെ കാണാതെ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ യാസീൻ നമ്മൾ പഠിക്കണം, നല്ലപോലെ പഠിക്കണം, തെറ്റ് തിരുത്തി പഠിക്കണം. ഏതൊക്കെ ഭാഗത്താണോ തെറ്റുള്ളത് നോക്കണം. നോക്കി നമ്മൾ യാസീൻ പഠിക്കുക. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ട് നിത്യേന ഏതെല്ലാം സമയത്ത് ചെല്ലാൻ കഴിയുമോ ആ സമയത്തൊക്കെ നമ്മുടെ യാസീൻ സ്വലാത്തുൽ ചെല്ലൊക്കെ ചെല്ലാം. അതേപോലെ ദിവസം രാവിലെയും രാത്രിയും ഒരു യാസീൻ. നമ്മൾ നേരത്തെ രാത്രി ഓതാൻ നമ്മൾ ഏറ്റു. ഇനി ഏറ്റ ആളുകൾക്ക് രാവിലെയും ഓതാം. ഒഴിവുള്ള സമയം കിട്ടുമെന്ന് നമുക്ക് ഏത് ജോലി ചെയ്യാം. മലമൂത്ര വിസർജനം പോലത്തെ മോശമായ സ്ഥലങ്ങളിലല്ലാത്ത ഏത് സ്ഥലത്തുണ്ടോ അവിടെയൊക്കെ നമുക്ക് യാസീൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാം. ഒരു യാസീൻ കൂടുതലൊന്നും വേണ്ട. ഒറ്റ യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓതാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊക്കെ നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. നല്ലത് ചെയ്ത് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഭാഗ്യം ചൊരിയുമാറാവട്ടെ. ഇപ്പൊ ഏകദേശം കുറച്ച് സൂറത്തുകൾ നമ്മൾ പറഞ്ഞു. 36 സൂറത്ത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ളത് 37ാമത്തെ സൂറത്താണ്. 37ാമത്തെ സൂറത്ത് സാഫാത്ത്. അതുകൊണ്ട് മാത്രമേ ഇന്ന് ഞാൻ പറയുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോഴേക്ക് 5 മണിയാവും. 5 മണിക്ക് ചെറിയൊരു പണിയുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്കൊന്നും ചെയ്യുന്നു. അപ്പൊ 37ാമത്തെ സൂറത്ത് കൂടെ നിങ്ങൾ നോക്കുക. ഏതാണ് സൂറത്ത് സാഫാത്ത്? 37ാമത്തെ സൂറത്ത് സാഫാത്താണ്. സൂറത്ത് സാഫാത്ത് അണിനിരക്കുക, അണിയൊപ്പിക്കുക, സെഫാക്കുക, സെഫ് നിൽക്കുക എന്നൊക്കെ ഇതിന്റെ അർത്ഥം. ഈ അധ്യായത്തിലെ ആദ്യത്തിൽ നിന്നാണ് അണിനിരുന്നവരെന്ന് അർത്ഥം കാണിക്കുന്ന സഫാത്ത് എന്ന ഒരു പദം ഉള്ളത്. അതുകൊണ്ട് ഇത് സഫാത്ത് എന്ന പേര് വെച്ചു. ഇത് ഹിജ്റക്ക് മുമ്പാണ് ഈ സൂറത്ത് ഇറങ്ങിയിരുന്നത്. ഹിജ്റക്ക് മുമ്പ് മക്കിയാണ്. 182 ആയത്തുകളാണ് സൂറത്ത് സാഫാത്തിലുള്ളത്. ഒരുപാട് ഗുണങ്ങൾ സൂറാത്തുകൾ പറഞ്ഞു.
വസ്വാഫാത്തി ഉഅ്തിയ മിനൽ അജ്രി 10 ഹസനാത്തിൻ ബിഅദദി കുല്ലി ജിന്നിയ്യിൻ വശൈത്വാൻ وتباعدت عنه مرضة الجن والشياطين وبرئ من الشرك وشهد له حافظه يوم القيامة أنه كان مؤمنا بالمرسلين. صافات സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ജിന്നിന്റെയും ശൈത്താന്റെയും എണ്ണം കണ്ട് ബിഅദദി കുല്ലി ജിന്നിയ്യിൻ വശൈത്വാനിൻ എല്ലാ ജിന്നിന്റെയും ശൈത്താനിന്റെയും എണ്ണം കണ്ട് അതിനോട് 10 വീതം കൂട്ടുക. 10 ജിന്നാണെങ്കിൽ 100 ജിന്നിന്റെ എണ്ണം, അതിനോട് 10 വീതം കൂട്ടിയിട്ട് അതിനെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലമായി നൽകുന്നതാണ്. അതേപോലെ തന്നെ കച്ചറ ഉണ്ടാക്കുന്ന ജിന്നുകളും ശൈത്താന്മാരും അവരിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ശൈത്താന്മാരെ പിന്നെ അവനിലേക്ക് അടുക്കില്ല. വതബാഅദത് അൻഹു മറദുൽ ജിന്നി വശയാത്തീൻ പ്രശ്നം ഉണ്ടാക്കുന്ന കച്ചറ ഉണ്ടാക്കുന്ന ജിന്നുകളും ശൈത്താന്മാരൊക്കെ അവരിൽ നിന്ന് ദൂരെയാവും. ശിർക്കിലൊക്കെ അവൻ മുക്തനാകും. ഒരു ശിർക്കിലേക്ക് അവൻ പോകില്ല. അവർ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരാണെന്ന് അവരുടെ സംരക്ഷകരായ 2 മലക്കുകൾ അന്ത്യദിനത്തിൽ അവർക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്നതുമാണ്. 2 മലക്കുകൾ നമുക്ക് നമ്മൾ മുഅ്മിനായ ആളാണെന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യം വഹിക്കാനൊക്കെ നമുക്ക് മലക്കുണ്ടാകുകയും ചെയ്യും. ഇതൊക്കെ ഒരുപാട് ഗുണങ്ങൾ സാഫാത്ത് സൂറത്ത് ഓതിയാലുണ്ട്. സാഫാത്ത് സൂറത്ത് എഴുതിയിട്ട് പെട്ടിയിലൊക്കെ സൂക്ഷിക്കുന്നത് വീടിന് കാവലാണ്. ഒരു സാഫാത്ത് സൂറത്ത് എഴുതിയിട്ടേ ഉറക്കെ തകിടൊക്കെ എഴുതുക, തകിടെഴുതുക എന്ന് നല്ലോണം സൂക്ഷിച്ചു വെക്കുക വീട്ടിൽ. എന്നാൽ വീടിൽ നല്ലൊരു കവലാണ്. അതേപോലെ തന്നെ സാഫാത്ത് സൂറത്ത് പിഞ്ഞാണം എഴുതിയൊക്കെ കുടിക്കുക. അങ്ങനെ കുടിച്ചാൽ നമുക്കുണ്ടാകുന്ന ആഫത്തുകളൊക്കെ തടയാൻ ഏറ്റവും നല്ലതാണ്. ആഫത്തുകളൊക്കെ തടയും. സാഫാത്ത് സൂറത്ത് പിഞ്ഞാണം എഴുതി കുടിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളിലൊക്കെ മുക്തി നേടാൻ കഴിയും. അതേപോലെ തന്നെ പ്രാണികളുടെ ശല്യം, നേരത്തെ പറഞ്ഞ പ്രാണികൾ, ആ പ്രാണികളുടെ ശല്യം നമുക്കുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വല്ല എഴുജന്തുക്കൾ ക്ഷുദ്രജീവികളൊക്കെ അവരുടെയൊക്കെ ശല്യം നമുക്കുണ്ടെങ്കിൽ ആ ശല്യമൊക്കെ ഒഴിവാവാൻ ഏറ്റവും നല്ലതാണ് 75 മുതൽ 79 വരെയുള്ള ആയത്ത്. അതിങ്ങനെ നിത്യമായി വീട്ടിൽ നിന്ന് വെച്ച് ഓതുക. വീട്ടിൽ വെച്ച് ഇങ്ങനെ ഓതിയാൽ 75 മുതൽ 79 വരെയുള്ള ആയത്ത് നമ്മൾ വീട്ടിൽ വെച്ചിങ്ങനെ ഓതിയാൽ ഈ ക്ഷുദ്രജീവികളുടെയും പ്രാണികളുടെയും ശല്യമൊന്നും നമ്മുടെ വീട്ടിലുണ്ടാകൂല. വീട്ടിൽ നല്ല കാവലാണ്, നല്ല ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാകും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കണം. അതേപോലെ തന്നെ ഒരു മജ്ലിസ് നമ്മൾ ഒരുമിച്ച് കൂടി, ആ മജ്ലിസ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ആ മജ്ലിസിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്വാഫാത്ത് സൂറത്തിലെ അവസാനത്തെ 3 ആയത്ത് ഇത് നമ്മൾ പാരായണം ചെയ്താൽ നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് ഈ 3 ആയത്ത് ഓതിയതിന്റെ പ്രതിഫലമായി ഒരുപാട് പ്രതിഫലം നാളെ അവിടെ വെച്ച് അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അവർ സഫിൽ നിന്ന് ഒരു സമ്മേളനഗിരി അല്ലെങ്കിൽ ഒരു മജ്ലിസ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് സഫാത്ത് സൂറത്തിൽ അവസാനത്തെ 3 ആയത്ത് അത് നമ്മൾ ഓതിയാൽ ഒരുപാട് ഗുണമത് കൊണ്ട് കിട്ടും എന്ന് ഇബ്നു കസീറിന്റെ 6ാം വാള്യം 25ാം പേജിലും രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണാം. ഈ ആയത്ത് ഏതായത്തു? അവസാനത്തെ 3 ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഓതുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് കിതാബിൽ കാണാം. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത് ഏറ്റവും നല്ലതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് 38ാമത്തെ സൂറത്ത് സ്വാദുമായി ഇൻഷാ അല്ലാഹ് ഒഴിവുള്ള സമയത്ത് ഇതുപോലെ നമുക്ക് മൈക്കിലേക്ക് വരാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പറയുവാൻ എനിക്കും കേൾക്കുവാൻ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം മൈക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിന്റെ ഇടയ്ക്ക് വെച്ച് പറയാനുള്ളത് നമ്മുടെ സ്വലാത്ത് ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്ത് ഈ റബീഉൽ അവ്വൽ 12ന് മുമ്പ് എന്നെ കഴിയുന്ന പരമാവധി ഓതാൻ ശ്രമിക്കുക. കുറഞ്ഞത് ഓരോ വീട്ടുകാരും ചിന്തിക്കുക, ഏറ്റവും കുറഞ്ഞ 1,00,000 എനിക്ക് കൊടുക്കണം. എന്റെ വീട്ടിൽ ഞാനും എന്റെ ഉമ്മയും മക്കളും എല്ലാവരും കൂടിയിട്ട്
1 ലക്ഷമെങ്കിലും നമുക്ക് കൊടുക്കണം എന്ന് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുക. ഏറ്റവും കുറഞ്ഞതാട്ടോ 1 ലക്ഷം. 1 ലക്ഷം കൂടാതെ കുറയാൻ പാടില്ല. 1 ലക്ഷമെങ്കിലും നമ്മൾ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നമുക്കുണ്ടാവണം. നല്ല രൂപത്തിൽ എല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ 10 കോടിയൊന്നും അല്ല, അതിനേക്കാൾ കൂടുതൽ കോടികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമുക്കറിയില്ലേ, കഴിഞ്ഞ പ്രാവശ്യമുള്ള ഖുർആൻ ഖത്തം ഏറ്റെടുത്ത സുബ്ഹാനല്ലാഹ് 10,000-കണക്കിന് ഖത്തമുകളിലെ 1000-കണക്കിന് ഖത്തമുകൾ നമുക്ക് ഓതി തീർക്കാൻ കഴിഞ്ഞു. എവിടെ നിന്നാണ് ഇത്രയും കൂടുതൽ ഖത്തം വന്നതെന്ന് അറിയില്ല. അത്രയും കൂടുതൽ ആളുകൾ സഹകരിച്ചു. അതേപോലെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് എല്ലാവരും ഓതുക. എല്ലാ ആളുകളും സ്വലാത്ത് അങ്ങോട്ട് വർദ്ധിപ്പിക്കുക. ഏത് സ്വലാത്ത് എന്ന് കണക്കില്ല, നമുക്ക് ഏത് സ്വലാത്താണോ ചെല്ലാൻ കഴിയുന്നത് ആ സ്വലാത്ത് നമ്മൾ ഇങ്ങനെ ഓതുക. ഏതെല്ലാം സ്വലാത്താണെങ്കിലൊക്കെ നമ്മൾ ഏറ്റവും നല്ലത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന സ്വലാത്ത് കഴിയുമെങ്കിൽ അതാണ് നല്ലത്. അതെന്താ നല്ലത് വരാൻ കാരണം അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹിക്കുണ്ട്, റസൂലുള്ളാഹിയുടെ കുടുംബത്തിനുണ്ട്, റസൂലുള്ളാഹിയുടെ സഹാബികൾ അനുയായികൾക്കുണ്ട്, എല്ലാവർക്കും ഉള്ളൊരു ഒരുമിച്ച് കൂടുന്ന സ്വലാത്തായതുകൊണ്ട് തന്നെ കഴിയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അത് ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്വലാത്താണോ ചൊല്ലാൻ അറിയുക ആ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വലാത്ത് കഴിയുന്നവരാ നിങ്ങൾ മാത്രം പോരട്ടോ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ ബന്ധുക്കാർ എല്ലാവരോടും ഒന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങളൊക്കെ ന്യൂ ഇയർ എന്ന് പറഞ്ഞ് ഇന്ന് ന്യൂ ഇയർ എന്ന പേരിൽ നമ്മളൊക്കെ വല്ലാതെ വേണ്ടാത്ത ആഘോഷങ്ങളിലേക്ക് പോകുന്നുണ്ട്. റബ്ബ് നമ്മളൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇന്നത്തെ രാത്രി 12 മണിക്ക് എന്തെല്ലാമാണ് ഈ നാട്ടിൽ ജനത കാട്ടിക്കൂട്ടുക എന്ന് പറയാൻ കഴിയില്ല. അത്രമാത്രം തോന്നിവാസങ്ങൾ ഇന്ന് നമ്മുടെ ജനത കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇന്നത്തെ ദിവസം 31 ഈ ഡിസംബർ 31 രാത്രി 12 മണിയായാൽ തുടങ്ങും പേക്കുത്തുകൾ. എന്നിട്ട് പേര് പറയുന്നത് എന്താണ്? അതിന് പറയുന്ന പേര് ന്യൂ ഇയർ പരിപാടിയും